ആദ്യ പുസ്തകം അധ്യായം 37. ദൈവമേ, നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമീൻ. സഹോദരന്മാർ യൗസേപ്പിനെ വിറ്റത് തൻ്റെ പിതാവ് പാർത്തിരുന്ന കനാൻ ദേശത്ത് യാക്കോബ് തുടർന്ന് താമസിച്ചു. യാക്കോബിന്റെ കുടുംബ ചരിത്രം ഇതാകുന്നു. 17 വയസ്സ് പ്രായമുള്ള യൗസേഫ് തൻ്റെ സഹോദരന്മാരോടുകൂടി ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തൻ്റെ പിതാവിൻ്റെ ഭാര്യ മാതാവായ ബിൽഹായുടെയും ശില്പയുടെയും പുത്രന്മാരോടുകൂടെയാണ് അവൻ ആട് മേയിച്ചു കൊണ്ടിരുന്നത്. അവരെ കുറിച്ചുള്ള ഒരു ദുർവർത്തമാനം യൗസേഫ് അവരുടെ പിതാവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. യൗസേഫ് തൻ്റെ വാർദ്ധക്യത്തിലെ പുത്രനാകയാൽ ഇസ്രായേൽ തൻ്റെ മറ്റു പുത്രന്മാരെക്കാൾ അധികമായി അവനെ സ്നേഹിച്ചിരുന്നു. അവന് നീളൻ കൈയുള്ള ഒരു അങ്കിയുണ്ടാക്കി കൊടുത്തു. തങ്ങളുടെ പിതാവ് എല്ലാവരേക്കാൾ കൂടുതലായി അവനെ സ്നേഹിക്കുന്നു എന്ന് കണ്ട് സഹോദരന്മാർ അവനെ ദേഷിച്ചു. അവനോട് ശാന്തമായി സംസാരിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. യൗസേപ്പ് ഒരു സ്വപ്നം കണ്ടു. അവനത് സഹോദരന്മാരോട് അറിയിച്ചു. അത് അവർക്ക് അവനോടുള്ള ദോഷം വർദ്ധിപ്പിച്ചു. അവൻ അവരോട് പറഞ്ഞു, ഞാൻ കണ്ട സ്വപ്നം കേൾക്കുവിൻ. നാം വയലിൽ കറ്റ കെട്ടിക്കൊണ്ടിരുന്നു. ഇതാ എൻ്റെ കറ്റ എഴുന്നേറ്റ് നിവർന്നു നിന്നു. നിങ്ങളുടെ കറ്റകൾ ചുറ്റും നിന്ന് എൻ്റെ കറ്റയെ വന്ദിച്ചു. സഹോദരന്മാർ അവനോട്, നീ ഞങ്ങളെ ഭരിക്കുമോ? നീ ഞങ്ങളുടെ മേൽ അധികാരം നടത്തുമോ എന്ന് ചോദിച്ചു. അവൻ്റെ സ്വപ്നങ്ങളെ പ്രതിയും അവൻ്റെ വാക്കുകളെ പ്രതിയും അവർ അവനെ അധികം ദ്വേഷിച്ചു. അവൻ വീണ്ടും മറ്റൊരു സ്വപ്നം കണ്ടു. അവൻ അവരോട്, ഇതാ ഞാൻ വീണ്ടും ഒരു സ്വപ്നം കണ്ടിരിക്കുന്നു. കണ്ടാലും സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും എന്നെ വന്ദിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ തൻ്റെ പിതാവിനോടും സഹോദരന്മാരോടും അത് വിവരിച്ചു. അവൻ്റെ അപ്പൻ അവനെ ശാസിച്ചു. ഞാനും നിന്റെ അമ്മയും നിന്റെ സഹോദരന്മാരും നിലത്ത് വീണ് നിന്നെ വന്ദിപ്പാൻ വരുമോ എന്ന് പറഞ്ഞു. അവന്റെ സഹോദരന്മാർ അവനോട് അസൂയപ്പെട്ടു. അവന്റെ പിതാവ് ഈ കാര്യം മനസ്സിൽ സൂക്ഷിച്ചു. യൗസേപ്പിന്റെ സഹോദരന്മാർ തങ്ങളുടെ പിതാവിന്റെ ആടുകളെ മേയ്പ്പാൻ ശേഖേമിൽ പോയി. ഇസ്രായേൽ യൗസേപ്പിനോട്, ഇതാ നിന്റെ സഹോദരന്മാർ ശേഖേമിൽ ആടുമേയിക്കുന്നു. വരിക, ഞാൻ നിന്നെ അവരുടെ അടുക്കൽ അയക്കാം എന്ന് പറഞ്ഞു. ഞാനിതാ എന്ന് അവൻ പറഞ്ഞു. അവന്റെ പിതാവ് അവനോട്, നീ പോയി നിന്റെ സഹോദരന്മാരുടെ ക്ഷേമവും ആടുകളുടെ ക്ഷേമവും അന്വേഷിച്ച് വിവരം എന്നെ അറിയിക്കുക എന്ന് പറഞ്ഞ് യാക്കോബ് അവനെ ഹെബ്രോന്റെ താഴ്വരയിൽ നിന്ന് അയച്ചു. അവൻ ശേഖേമിലേക്ക് പോകുകയും ചെയ്തു. അവൻ വെളിമ്പ്രദേശത്ത് ചുറ്റി നടക്കുമ്പോൾ ഒരു മനുഷ്യനെ കണ്ട്, നീ എന്ത് തേടി നടക്കുകയാണ് എന്ന് ആ മനുഷ്യൻ അവനോട് ചോദിച്ചു. ഞാൻ എൻ്റെ സഹോദരന്മാരെ അന്വേഷിക്കുകയാണ്. അവർ എവിടെയാണെന്ന് പറഞ്ഞു തരാമോ എന്ന് അവൻ ചോദിച്ചു. ആ മനുഷ്യൻ അവനോട്, അവർ ഇവിടെ നിന്ന് പോയി
ദൗത്താനിലേക്ക് പോകാം എന്ന് അവർ പറയുന്നത് ഞാൻ കേട്ടു എന്ന് അവൻ പറഞ്ഞു. യൗസേപ്പ് തന്റെ സഹോദരന്മാരുടെ പിന്നാലെ പോയി ദൗത്താനിൽ അവരെ കണ്ടെത്തി. അവൻ അവരുടെ അടുത്തെത്തും മുമ്പ് ദൂരെ വച്ച് തന്നെ അവർ അവനെ കണ്ടു. അവനെ കൊന്നു കളയണമെന്ന് അവർ ആലോചിച്ചു. തങ്ങളുടെ സഹോദരനെ പറ്റി അവർ ഇങ്ങനെ പറഞ്ഞു: സ്വപ്നം കാണുന്നവൻ ഇതാ വരുന്നു, വരുവിൻ, നമുക്കവനെ കൊന്ന് കുഴികളിൽ ഒന്നിൽ ഇട്ടുകളയാം. ഒരു ദുഷ്ടമൃഗം അവനെ തിന്നു എന്നും പറയാം. അവന്റെ സ്വപ്നങ്ങൾ എന്താകുമെന്ന് കാണാമല്ലോ. രൂബേൽ ഇത് കേട്ട് അവരുടെ കൈകളിൽ നിന്ന് അവരെ വിടുവിച്ചു. ജീവൻ ഹനിക്കരുത് എന്ന് അവൻ അവരോട് പറഞ്ഞു. അവനെ അവരുടെ കൈകളിൽ നിന്ന് വിടുവിച്ച് അവന്റെ അപ്പന്റെ അടുക്കൽ എത്തിക്കാനായി ഉദ്ദേശിച്ച് റൂബേൽ അവരോട് പറഞ്ഞത്: രക്തം ചൊരിയരുത്, അവനെ മരുഭൂമിയിലെ ഒരു കുഴിയിൽ ഇട്ട് കളയാം. നാം അവന്റെ മേൽ കൈ ഓങ്ങരുത്. യൗസേഫ് തന്റെ സഹോദരന്മാരുടെ അടുത്തെത്തിയപ്പോൾ അവൻ ധരിച്ചിരുന്ന നീളൻ കൈയുള്ള അങ്കി അവർ ഊരിയെടുത്തു. അവർ അവനെ എടുത്ത് ഒരു കുഴിയിലിട്ടു. അതൊരു പൊട്ടക്കുഴിയായിരുന്നു, അതിൽ വെള്ളമില്ലായിരുന്നു. അവർ അപ്പം തിന്നുവാനിരുന്നു. അവർ കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ അറബിക്കാരുടെ സംഘം ഗലവോദിൽ നിന്ന് വരുന്നത് കണ്ടു. അവരുടെ ഒട്ടകങ്ങൾ സുഗന്ധപ്പശിയും സാമ്പ്രാണിയും മീറായും വഹിച്ചിരുന്നു. അവർ അത് മിസ്രയീമിലേക്ക് കൊണ്ടുപോകുകയായിരുന്നു. യഹൂദ തന്റെ സഹോദരന്മാരോട്: നമ്മുടെ സഹോദരനെ കൊന്ന് അവന്റെ രക്തം മറച്ചതുകൊണ്ട് നമുക്ക് എന്ത് പ്രയോജനമുണ്ട്? വരുവിൻ, അറബികൾക്ക് അവനെ വിൽക്കാം. അവൻ നമ്മുടെ സഹോദരനും നമ്മുടെ മാംസവും ആകയാൽ നമ്മുടെ കൈ അവന്റെ മേലാകരുത് എന്ന് പറഞ്ഞു. സഹോദരന്മാർ അവനെ അനുസരിച്ചു. മിദിയാന്യ വ്യാപാരികളായ ആളുകൾ കടന്നു വന്നപ്പോൾ അവർ യൗസേപ്പിനെ കുഴിയിൽ നിന്ന് വലിച്ചു കയറ്റി. യൗസേപ്പിനെ 20 വെള്ളിക്കാശിന് അറബികൾക്ക് വിറ്റു. അവർ അവനെ മിസ്രയീമിലേക്ക് കൊണ്ടുപോയി. റൂബേൽ കുഴിയുടെ അരികിൽ തിരിച്ചെത്തിയപ്പോൾ യൗസേപ്പ് കുഴിയിലില്ല. അവൻ തന്റെ വസ്ത്രം കീറി. അവൻ സഹോദരന്മാരുടെ അടുത്ത് ചെന്ന് അവരോട്: ബാലൻ എവിടെ? ഞാൻ എവിടെ പോകേണ്ടു എന്ന് പറഞ്ഞു. അവർ യൗസേപ്പിന്റെ അങ്കിയെടുത്ത് ഒരു കോലാട്ടിൻ കുട്ടിയെ കൊന്ന് അതിൻ്റെ രക്തത്തിൽ ആ അങ്കി മുക്കി. അവർ ആ അങ്കി തങ്ങളുടെ പിതാവിൻ്റെ അടുക്കൽ എത്തിച്ചിട്ട്: ഇത് ഞങ്ങൾക്ക് കണ്ടുകിട്ടിയതാണ്. ഇത് നിന്റെ മകന്റെ അങ്കിയാണോ അല്ലയോ എന്ന് പരിശോധിച്ചു നോക്കണമേ എന്ന് പറഞ്ഞു. അവനത് തിരിച്ചറിഞ്ഞു. ഇത് എൻ്റെ മകന്റെ അങ്കി തന്നെ. ഒരു ദുഷ്ടമൃഗം അവനെ തിന്നു. തീർച്ചയായും എൻ്റെ മകൻ യൗസേപ്പിനെ ചീന്തിക്കളഞ്ഞു എന്ന് അവൻ പറഞ്ഞു. യാക്കോബ് തൻ്റെ വസ്ത്രം കീറി തൻ്റെ അരയിൽ രട്ടുചുറ്റി അനേക നാൾ തൻ്റെ മകനെ കുറിച്ച് വിലപിച്ചു കൊണ്ടിരുന്നു. അവൻ്റെ സകല പുത്രന്മാരും പുത്രിമാരും അവനെ ആശ്വസിപ്പിക്കാൻ ഉദ്യമിച്ചു. എന്നാൽ ആശ്വസിപ്പിക്കപ്പെടുവാൻ ആഗ്രഹിക്കാതെ വിലപിച്ചുകൊണ്ട്: ഞാൻ എൻ്റെ മകൻ്റെ അടുക്കൽ പാതാളത്തിൽ ഇറങ്ങും എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്നു. മിദിയാന്യർ അവനെ മിസ്രയീമിൽ ഫറവോന്റെ അകമ്പടി നായകനും ഉദ്യോഗസ്ഥനുമായ പൊത്തിഫേറിന് വിറ്റു. ദൈവമേ സ്തുതി, നിനക്ക് യോഗ്യമാകുന്നു. ബാർഗുമോർ.